ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തൊന്നും ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ തൊട്ടിട്ടുള്ള വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 5:30 5:45 ആ ഒരു ടൈമിനാണ് കേട്ടോ എണീച്ചിട്ടുള്ളത്. 5:30 5:45 ഒരു 5:30 അലാറം വെക്കും. ഒരു 2 3 അലാറമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഒരെണ്ണം അടിച്ച് കഴിഞ്ഞാൽ അത് ഓഫാക്കി കിടന്നാലോ വിചാരിച്ചിട്ട് അപ്പോൾ കഴിക്കും അടുത്തത് അടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ 2 3 അലാറം വെച്ച് എന്തായാലും ഒരു 5:45 ആകുമ്പോഴേക്കും എണീക്കും. അങ്ങനെ എണീച്ച് നിസ്കാരവും കാര്യങ്ങളും വല്ലതേപ്പും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിങ്ങാണ്ട് ഇനിയിപ്പോൾ അതാ ഇവാൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്യുകയാണ്. എന്നും ഞാൻ എണീച്ച് കഴിഞ്ഞാൽ നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ പോകാറ്. ഇന്നിപ്പോൾ എന്തോ കിച്ചണിലോട്ട് നേരെ പോയില്ല. തുണിയൊക്കെ മടക്കി വെച്ചിങ്ങാണ്ട് ഇവാൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പിന്നെ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡെയിലി ഒന്നും ഇവാൻ്റെ യൂണിഫോം അയൺ ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും വല്ലാണ്ട് ഇതായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലോ ചുരുണ്ടിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലേ അയൺ ചെയ്യാറുള്ളൂ. അങ്ങനെ ഇതാ കിച്ചണിൽ വന്ന് വാതിലൊക്കെ തുറന്നപ്പോൾ ഇതാ നേരം ഇങ്ങനെ വെളിച്ചമൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം 6 മണി ആ ഒരു ടൈമിൽ നല്ല പോലെ ഇരുട്ടാണല്ലോ. അപ്പോൾ വെളിച്ചമൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം. അപ്പോൾ രാവിലെ നമ്മൾ എത്ര നേരത്തെ എഴുന്നേൽക്കുന്നോ അതിനനുസരിച്ചാണ് കേട്ടോ അന്നത്തെ നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കഴിയാത്തൊരു കാര്യം നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നതായിരിക്കും അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. ഉറക്കമൊന്നും കറക്റ്റാവുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ ഇന്നലെ അല്ലേ എന്നും ഞാനൊരു 11 മണി ആ ഒരു ടൈമിനാണ് കേട്ടോ കിടക്കാറ് രാത്രി. എന്നിട്ട് പിന്നെ കിടക്കാൻ നിൽക്കാറ് കേട്ടോ. കിടന്ന് പിന്നെ കുറച്ച് നേരം എനിക്ക് ഉറങ്ങണതിന് മുമ്പ് ഫോണിലൊക്കെ ഒന്ന് കളിക്കണം കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞാൻ ഉറങ്ങുമ്പോഴേക്കും 11:30 11:45 ചിലപ്പോൾ 12 മണിയാവും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരത്തെ കിടന്നു. ഒരു 9:45 10 മണി ആ ഒരു ടൈം ആയപ്പോഴേക്കും കിടന്നു. എന്നിട്ട് ഒരു 10:30 10:45 ആ ഒരു ടൈം വരെയൊക്കെ കുറച്ച് നേരമൊക്കെ ഫോണിൽ കണ്ട്. നല്ല ശീലമൊന്നുമല്ല, പക്ഷേ എന്തോ നമുക്ക് കിടക്കണതിന് മുമ്പ് അതൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ. അപ്പോൾ അങ്ങനെ ഫോണിൽ ഒക്കെ കണ്ട് ഒരു 10:45 ആയപ്പോഴേക്കും ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് എത്ര നേരത്തെ കിടന്ന് നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എണീച്ച് വരിക അറിയുമ്പോൾ കുറച്ച് മടിയുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ രാവിലെ എണീച്ച് വന്ന് ചോറിനുള്ള അരിയൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ദോശമാവ് കൂട്ടി വെച്ചത് പൊങ്ങി വന്നിക്കണമെന്ന് നോക്കിയായിരുന്നു. ഇന്ന് ഫുള്ള് ഡേ ഹാപ്പി ആയിരിക്കാറ് ഈ ഒരൊറ്റ കാര്യം മതി കേട്ടോ. രാവിലെ ദോശമാവ് പൊങ്ങി വരിക എന്നുള്ളത് സോഡാപ്പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ നല്ല പോലെ പൊങ്ങി ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ദോശയൊക്കെ ചുട്ടെടുക്കാമെന്ന് കേട്ടോ. ചുട്ട ദോശകൾ ഞാൻ കാസറോളിലാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ മക്കളും കാര്യങ്ങളൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ ഇവാനാണെന്നുണ്ടെങ്കിലും ഞാൻ കിടന്നാലേ മക്കളും രാത്രി കിടക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവാൾക്ക് മദ്രസും കാര്യങ്ങളൊക്കെ ചേർക്കാനായി. അപ്പോൾ ചേർക്കുമ്പോൾ രാവിലെ നേരത്തെ എണീച്ച് ശീലമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവാനെ ഇപ്പോഴേ ഒന്ന് നേരത്തെ കിടത്തി രാവിലെ നേരത്തെ എണീപ്പിച്ച് ഒന്ന് ശീലിപ്പിച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവളങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ബെഡിലേക്ക് എത്തി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവയാണെങ്കിലും അയനക്കുട്ടിയാണെങ്കിലും പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. പക്ഷേ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ചെല്ലണം. അപ്പോൾ ഇന്നലെ ഞാൻ അവരുടെ കൂടെ കിടന്നു കൊടുത്തപ്പോഴേക്കും 10 മണിയായപ്പോഴേക്കും 2 പേരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് വല്ലാതെ ഉറക്കത്തിൻ്റെ ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ അതാ ദോശയും കാര്യങ്ങളും ഞാനിവിടെ ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കൂലേ ആ രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനെ കുറച്ച് ഉണ്ടാക്കി പിന്നെ ചിലവാകുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പയർ നമ്മളന്ന് 2 ദിവസം മുമ്പേ പൊട്ടിച്ച് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഇന്ന് നമുക്ക് രാവിലെ അതുകൊണ്ട് അതൊന്നും പൊട്ടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. തലേദിവസം കുറച്ച് നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ തീർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് രാവിലത്തെ കുക്കിംഗ് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ചെറിയുള്ളി ചതച്ചെടുത്തുങ്ങാണ്ട് അതിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലേക്ക് കൊടുത്തു വെക്കാനും നമുക്ക് ഉച്ചക്ക് ലഞ്ചിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പച്ചമുളകും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ പാത്രം മാറിയെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ മാറ്റിയിട്ടുണ്ട്. നിനക്കെന്താടി പ്രാന്താണോ എന്നൊന്നും വിചാരിക്കല്ലേ. എനിക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി
മാറ്റി മറിച്ചും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ വേറൊരു ബോക്സിലായിരുന്നല്ലോ ഉപ്പിട്ട് വെച്ചിരുന്നത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇതിന് മുമ്പേ ആദ്യം എന്തോ ചായപ്പൊടി പഞ്ചസാര അങ്ങനെ എന്താണ് ഇട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ അതിന് പാത്രം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതിന് മുറുക്കോ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാൽ അതിൽ ഉപ്പിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടും അതിൽ ഉപ്പ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് അവിടെ ഇരിക്കണം, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് ഇതിലേക്ക് കോംബോ ആയിട്ട് വന്ന പോലെ ഒരു രസമുണ്ട് കാണാനും. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി പയർ അവിടെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, എന്നാലും ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കായി വന്നോളും. ഇനിയിപ്പോൾ അതാ സാമ്പാറാണ് കേട്ടോ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടേ സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവാകൂല. പിന്നെ 2-3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് സാമ്പാർ വെറുതെ കളയേണ്ടി വരും കേട്ടോ. കാരണം മക്കൾക്കൊന്നും അങ്ങനെ ഒരുപാട് കറിയൊന്നും ഉപയോഗിക്കില്ല, കുറച്ച് കറി തന്നെ അവർ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കായ അതുപോലെ ക്യാരറ്റ്, കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളുടെ ചോറ് ഇവിടെ വന്ന്, അപ്പോൾ അത് ഞാൻ ഊറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോറ് തലേ ദിവസത്തെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് അരി മാത്രം ഇട്ട് വെച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇവാക്കുള്ള ലഞ്ച് കൊണ്ടുപോയി പിന്നെ അയാനെക്കുട്ടി അംഗനവാടിയിലും പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ കുക്കർ തന്നെ കഴുകിങ്ങാണ്ട് അതിലേക്ക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പിന് കഴുകാതെയാണ് ഇട്ട് കൊടുത്തതെന്നൊന്ന് വിചാരിക്കല്ല കേട്ടോ. പരിപ്പ് കഴുകിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാണ്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പുളി ഒഴിച്ചിട്ട് സാമ്പാർ വെക്കാറുണ്ട് ഞാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയ്ക്കും കൂടെ എടുക്കാൻ വിചാരിച്ചു. ദോശയ്ക്കൊക്കെ എടുക്കുമ്പോൾ പുളി ഒഴിക്കാതെ തക്കാളി ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. എനിക്ക് സാമ്പാറാണെങ്കിലും ഒരുപാട് പുളി വലിയ താല്പര്യമല്ല. അപ്പോൾ ഞാൻ തക്കാളി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുക്കർ അവിടെ വേവിക്കാൻ വേണ്ടി, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അവിടെ വേവിക്കാൻ വേണ്ടി കുക്കർ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പയർ അവിടെ കിടന്നുങ്ങാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് പിന്നെ അടിക്ക് പിടിക്കണ ചാൻസ് ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതാ സാമ്പാർ അതിനിടയിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറും ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തിളച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സാമ്പാറിൻ്റെ ആ ഒരു കറി. അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ വീതന തുടക്കണ തുണി ഇങ്ങനെയെന്ന് വിചാരിക്കല്ലേ കേട്ടോ. അത് എന്താ പറയുക, നമ്മൾ അടുപ്പിൽ കത്തിച്ചിരുന്നില്ലേ ആ ഒരു ടൈമിൽ കരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയാണ്ട് തുടച്ചതായതാണ് കേട്ടോ. പക്ഷെ അത് എത്ര അലക്കിയിട്ടും പിന്നെ അത് അതിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. ഒരു എണ്ണമയം പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഞാൻ എൻ്റെ മാക്സിമം ഒരതി നോക്കിയിട്ടോ, പക്ഷേ അത് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. ഒരു എണ്ണ എന്തൊക്കെ കൂട്ടി തുടച്ചിട്ട് എന്തോ പറ്റിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ സാമ്പാർ ഞാനിവിടെ വറവിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താ പറയുക, സാമ്പാറും ദോശയും അതുപോലെ തലേ ദിവസത്തെ കിഴങ്ങ് കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഇവായും കൂടെ ദോശ കഴിക്കാന്ന് കേട്ടോ. ഇവാനെ ഞാനൊരു 7 മണി ആ ഒരു ടൈമിന് പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് കാര്യമായിട്ട് വെച്ചത് കേട്ടോ. പക്ഷേ ദോശ കഴിച്ചപ്പോൾ ഓൾക്ക് ഇഷ്ടമായിട്ട് ഓൾ പറഞ്ഞു എനിക്ക് ദോശ മതി സ്കൂൾക്ക് ലഞ്ചിന് എന്ന് പറഞ്ഞു. അപ്പോൾ ദോശയും സാമ്പാറും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് മുന്തിരി തന്നെയാണ്. എന്താ ഉള്ളത് വെച്ചെങ്കിൽ അത് കൊടുത്തു വിടും. അപ്പോൾ അതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓളുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓളോട് തന്നെ എന്താ പറയുക എല്ലാതൊന്ന് കൊണ്ടുപോയി ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ബ്രെഡ് വെച്ച് എന്തെങ്കിലും സ്നാക്സ് ആക്കി വിചാരിച്ചു. പിന്നെ ഓള് മുന്തിരി മതി പറഞ്ഞപ്പോൾ അതാക്കി കൊടുത്തു. അങ്ങനെ ഇതാ കിച്ചണത്തെ ഡ്യൂട്ടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ടൈം കണ്ടില്ലേ 7:40 ആയിട്ടുള്ളൂ. 9 മണിക്ക് ഇവാക്ക് വണ്ടി വരുള്ളൂ കേട്ടോ. ഒരുപാട് ടൈമുണ്ട്. നമ്മൾ എത്രത്തോളം നേരത്തെ കിച്ചണിൽ കയറണം അത്രത്തോളം നേരത്തെ നമ്മളുടെ പണികളും കാര്യങ്ങളും എല്ലാം അതും തീർക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് ടൈമുണ്ട്, ഇവാൾക്ക് ഒരുപാട് ടൈമുണ്ട്. ഇവ റിലാക്സായി സാവധാനം എൻ്റെ കൂടെയൊക്കെ നടന്ന് അങ്ങനെയാണ് കേട്ടോ ഇന്ന് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ആ പോകുന്ന ടൈമിൽ എണീപ്പിച്ച് ദേഷ്യം പിടിപ്പിക്കുന്നതിലും നല്ലത് കുറച്ച് നേരത്തെ എണീപ്പിച്ച് അവരൊന്ന് റിലാക്സ് ആയിങ്ങാണ്ട് ഡ്രസ്സ് ചെയ്ത് കുളിച്ച് മാറ്റി പോകുന്നതായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ വിളിച്ച് അങ്ങനെ അവൾ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ എൻ്റെ കൂടെ അങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അയാനെക്കുട്ടി എണീച്ചിട്ടില്ല കേട്ടോ. ഓളെ പിന്നെ ഞാൻ വിളിക്കാനും പോയിട്ടില്ല, ഓള് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേഗത മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ചെറിയൊരു മഞ്ഞില്ല എന്നാൽ മഞ്ഞ് പോലെ ഒരു മൂടൽ പോലെ വരില്ലേ, അങ്ങനെ ഉണ്ട്. പിന്നെ ഒരു വെയിലുദിച്ച് വരുന്ന ആ ഒരു
ഇതൊക്കെ പാടെ നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ച് അടിച്ചു വാരിയപ്പോഴേക്കും ഇവ പോയിങ്ങാണ്ട് കുളിച്ച് മാറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുടിയൊന്ന് കെട്ടിക്കാട്ടുക, അല്ലെങ്കിൽ ഇനി വണ്ടി വരുമ്പോൾ ടൈം വൈകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയമുണ്ട് കേട്ടോ. 8:15 ആയിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. പക്ഷേ സമ്മതിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. മുടിയും കൂടിയും കെട്ടി തന്നിട്ട് ഉമ്മച്ചി അടിച്ചു വരാൻ വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഓളതെല്ലാതും തീർത്തിങ്ങാണ്ട് പിന്നെ എൻ്റെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി വണ്ടി വരേണ്ട ടൈമിൽ അർജൻറ്റ് കൂട്ടിങ്ങാണ്ട് മുടി കെട്ടേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഓർഡറിൽ ഇതുപോലെ ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് നേരത്തെ എണീച്ച് പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ടൈമും കിട്ടും. ഒരുപാട് എന്താ പറയുക ഫ്രീ ടൈം കിട്ടിയിട്ട് നമുക്ക് നമ്മളുടെ പണികളൊക്കെ റിലാക്സ് ആയിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. മക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നമ്മളുടെ എല്ലാ പണികളും നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ആ മുറ്റത്ത് എല്ലാതും അടിച്ചു വാരി കൂട്ടി കത്തിക്കുക കേട്ടോ. അയലകൾ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പാറൂലല്ലോ. അപ്പോൾ അത് അങ്ങ് കത്തിച്ചു കേട്ടോ. അന്നന്ന് അടിച്ചു വാരുന്നത് അന്നന്ന് കത്തിക്കും. അപ്പോൾ അത് കത്തിച്ചെടുക്കാണ്ട് അപ്പോൾ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അതൊന്ന് കത്തി കിട്ടിയത്. നല്ല ഉണങ്ങിയ ഇല തന്നെയാണ്. പക്ഷേ ഒരില നമുക്ക് കത്തി പിടിക്കുമ്പോഴേക്കും അതങ്ങ് കത്തി അത് മുഴുവനായിട്ട് കത്തി അങ്ങ് കെട്ടുപോകും കേട്ടോ. ഇനിയിപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കത്തി പിടിക്കും, പിന്നെ അത് കെടും. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ കുത്തിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫോൺ നോക്കിയിരിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. റീൽസും ഷോർട്സും നമ്മളെ ഇരുത്തി കളയും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇല്ല പണികൾ തീർക്കണം, നീക്ക് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം നീച്ച് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് പറയണം കേട്ടോ, ഫോണും ഇരിക്കണ്ട, പണികളൊക്കെ തീർത്ത് സാവധാനത്തിൽ പിന്നെ ഈ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇരുന്നോ എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ അയാനക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ചിരിക്കുന്നത് ഓളെ നോക്കിങ്ങാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക കേട്ടോ. നിസ്കരിക്കാനും കാര്യങ്ങൾക്ക് എന്തായാലും നീക്കണം. അപ്പോൾ ആ നീക്കൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കിടക്കാതെ അല്ലെങ്കിൽ ഫോണും ഇരിക്കാണ്ട് പണികൾ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് നനച്ചുള്ളി പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണ്ടേ. അപ്പോൾ ഒക്കെ കൂടെ ഒന്നിച്ച് ഇനിയിപ്പോൾ ആ നോമ്പിൻ്റെ മുഖത്ത് വെച്ചിങ്ങാണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഒരു ശ്വാസം എടുക്കാൻ പോലും ഒഴിവില്ലാതെ ചെയ്യുന്നതിലും നല്ലത് ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് അത്ര വലിയ എന്താ പറയുക സ്ട്രെസ്സുമായിട്ട് ഫീൽ ചെയ്യൂല, വലിയ പണിയുമായിട്ട് തോന്നൂല. ഒരു ദിവസം ഒരു മുറിയാണ് ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം അടുത്ത റൂം ചെയ്യുക. അതുപോലെ ഒരു ദിവസം കിച്ചണ്, ഇനിയിപ്പോൾ ഒരു അലക്കാനുള്ളതാണെങ്കിൽ പോലും ഒരു ദിവസം ഒരു റൂമിലെ കർട്ടന്, അതുപോലെ ഒരു ദിവസം ഹാളിലെ കർട്ടന്, അങ്ങനെ കൈകാണ്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിലും നല്ലത് കുറച്ചായിട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ പണികളും നനച്ചുള്ളി പണിയും എല്ലാം അതും തീർക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു എന്താ പറയുക 2 ഭാഗത്തിട്ടെങ്ങാണ്ടാണ് ഞാൻ അടിച്ചു വാരിയിട്ട് കത്തിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റം അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. രാവിലെ ആ ഒരു വെയിലുദിച്ച് വരുന്ന ആ ഒരു ഇതും മൊത്തത്തിൽ പച്ചപ്പും ഒക്കെ കൂടെ കാണാൻ നല്ല രസമൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളുടെ മുറ്റം അത്യാവശ്യം നല്ല പോലെ അടിച്ചു വാരാണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തും മൊത്തം റബ്ബറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സൈഡിൽ മൊത്തം റബ്ബറാണ് കേട്ടോ. വീടുകളും ഉണ്ട് ആ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ. ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ ഫുള്ളായിട്ട് റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെടികളൊക്കെ ഇതാ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ അത്ര അധികം കളക്ഷൻസ് ഒന്നും ചെടികളുടേത് എൻ്റെ കയ്യിലില്ല കേട്ടോ. ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം എന്ന് പറയാനും ഇല്ല എന്ന് അറിയില്ലേ, ഒരിച്ചിരി കുറച്ച് ഒരു 4-5 ചെടികൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ നനച്ചുള്ളി പണി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു മാറ്റാണ് കേട്ടോ. ഈ ഒരു മാറ്റ് ഇപ്പോൾ 1 വർഷം, അടുത്ത മാസത്തേക്ക് വേണമെങ്കിൽ 1 വർഷമാകും. അടുത്ത മാസത്തേക്കല്ല, മാർച്ച് ഏപ്രിലാണ് കേട്ടോ നമ്മൾ വീടിരുന്നിട്ടുള്ളത്. അന്നിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിനിടയിൽ ഒരു വട്ടം എന്തോ, പക്ഷെ അങ്ങനെ തേച്ച് ഉരച്ച് കഴുകുക അങ്ങനെയൊന്നും ഇന്ന് ചെയ്യുന്ന പോലെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് വെള്ളം പാർന്നെങ്ങാണ്ട് കഴുകിയിട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരുപാട് തവണ ഇങ്ങനെ ഉരച്ച് കഴുകിയിട്ടിട്ടുള്ളത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു മാറ്റ് കഴുകണം എന്നുള്ളത്. അപ്പോൾ ഇനി നനച്ചുള്ളിപ്പണി ഏതായാലും തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങാൻ വിചാരിച്ചു. ഒക്കെ കൂടെ ചെയ്ത് നമുക്ക് ഒരുപാട് ഭാരം വലിച്ച് വെക്കുന്നതിൽ നല്ലതല്ലേ ഓരോന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മാറ്റ് ഞാൻ കുറച്ച് സോപ്പ് പൊടിയൊക്കെ കലക്കിങ്ങാണ്ട് ആ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് തന്നെ ഞങ്ങൾ തേച്ച് വരതാണ് കേട്ടോ.
ഇത് ഞാൻ എപ്പോഴും വിചാരിക്കും കാക്കു വരട്ടെ, കാക്കു വരുമ്പോൾ ചെയ്യാൻ വിചാരിക്കും. കാക്കുവിന് ലീവ് കിട്ടിയിട്ട് ഇപ്പോൾ ഇത് ഒക്കെ കൂടെ ചെയ്യലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉള്ളത്തെ മാറ്റ് എന്തായാലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അത് വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂല കേട്ടോ. അപ്പോൾ അത് ഞാൻ കാക്കു വരട്ടെ എന്ന് എഴുതിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സോഫയുടെ അടിയിൽ വിരിച്ചിട്ടില്ലേ ആ ഒരു മാറ്റ് കേട്ടോ, അത് ഭയങ്കര വെയിറ്റാണ്, നനയാതെ തന്നെ നമുക്ക് പൊങ്ങൂല. അപ്പോൾ പിന്നെ നനഞ്ഞുള്ള കാര്യം പറയണ്ടല്ലോ, ഭയങ്കര വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റ് എന്തായാലും ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊങ്ങുന്നതന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനങ്ങ് കഴുകിയിടാം, മറ്റേത് കാക്കു വരട്ടെ എന്നിട്ട് കാക്കു വന്നിട്ട് കഴുകിയിടാൻ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കർട്ടൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് അഴിച്ച് എന്താ പറയുക കഴുകാനുണ്ട് കേട്ടോ, ഹോളിലത്തെ കേട്ടോ, മറ്റേതല്ല, ഹോളിലത്തത് കഴുകാനുണ്ട്. അപ്പോൾ അതുകൾ ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്കൊക്കെ പാടെ ഒരു ദിവസം അലക്കലും കാര്യങ്ങളൊക്കെ പാടെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഒക്കെ കൂടെ നമുക്ക് കൂട്ടിയാൽ കൂടൂല എന്ന് തോന്നിപ്പോട്ടെ, എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി പോകും. അപ്പോൾ അത് ഓരോ ദിവസം ഓരോ കർട്ടനുകളായിട്ട് അങ്ങനെ എന്താ പറയുക കഴുകിയിട്ട് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു വർഷമാവുന്നല്ലേ ഉള്ളൂ നമ്മൾ വീടിരുന്നിട്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് തേച്ച് മോറാനും പിടിക്കാനും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇല്ലാത്തത് ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇനിയിപ്പോൾ ഒരു വാർഡ്രോബ് ആയിക്കോട്ടെ, നമ്മുടെ അലമാര ആയിക്കോട്ടെ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെറ്റ് ചെയ്യും. പഴയത് വേണ്ടാത്ത എന്താ വെച്ചാൽ അതുകളൊക്കെ ഒഴിവാക്കി പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തട്ടിക്കൊട്ടും കാര്യങ്ങളും, അതുപോലെ കട്ടിലിൻ്റെ ചോടായിക്കോട്ടെ, മാറാല തട്ടലായിക്കോട്ടെ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കാരണം തന്നെ എനിക്കങ്ങനെ വലിയ നനച്ചുളി പണി എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇനി കുറച്ച് കിച്ചണിലുള്ളൂ, കിച്ചണത്തെ കബോർഡിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ മാറ്റ് ഞാനിവിടെ താഴത്തുനിന്ന് വലിച്ചെടുത്തുങ്ങാണ്ട് ആ വെള്ളം നമ്മൾ അടിച്ച് കളയുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു തിണ്ടുമ്മക്ക് ഇട്ടുങ്ങാണ്ട് അയിമ വെള്ളം പാർന്നുങ്ങാണ്ട് കളഞ്ഞ് പിന്നെ അയലുമ്മ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അയാനക്കുട്ടിനെ എന്നിട്ട് ഞാൻ പൈപ്പ് തുറക്കാനും പൂട്ടാനൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവക്ക് ഇപ്പോഴും സംശയമാണ് കേട്ടോ. ഇവ പൈപ്പ് പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂട്ടും കേട്ടോ. പക്ഷേ അയാനക്കുട്ടിക്ക് കറക്റ്റായിട്ട് അറിയും കേട്ടോ പൂട്ടാനും തുറക്കാനും. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചാണ്, പക്ഷേ അയാനക്കുട്ടി കറക്റ്റ് അറിയാം എങ്ങോട്ടാണ് പൂട്ടുക എങ്ങോട്ടാണ് തുറക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓൾ ഈ ഒരു ടൈമിലേക്ക് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ക്യാമറയൊക്കെ തിരിച്ചിങ്ങാണ്ട് ഓളുടെ മുഖത്തേക്ക് പിടിക്കണുണ്ടല്ലേ, മുടി വെട്ടായിട്ട് കഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെട്ടണം വിചാരിക്കും, പക്ഷേ വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടക്കാട്ടേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് എന്തായാലും വെട്ടണം. ഈ ആഴ്ച വീട്ടിൽ പോകുമ്പോഴെപ്പോഴേലും വെട്ടണം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ മാറ്റൊക്കെ ഞാൻ അയലിൽ തോരിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിലത്തെ വെള്ളവും ചളിയൊക്കെ കളഞ്ഞ് സിറ്റ് ഔട്ടൊക്കെ പിന്നെ ഞാൻ അടിച്ചു വാരി വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് അവിടെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പണി അയാനക്കുട്ടി പോകുന്നതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അയാനക്കുട്ടി അതിൻ്റെ ഉള്ളിൽ പോയി കണ്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ മാറ്റ് എഴുതാൻ ഓളും കൂടിയിട്ട് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാറ്റിങ്ങാണ്ട് ഓള് പിന്നെ വേറെ ഡ്രസ്സൊക്കെ പോയിങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്ര സൂം ചെയ്തിക്കണം എന്താന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ക്യാമറ താഴത്ത വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കാൻ നിന്നപ്പോൾ മക്കനെ വാരി കെട്ടൂലേ നമ്മൾ ബാക്കിലേക്ക്, അങ്ങനെ കെട്ടിയിട്ട് കേട്ടോ തുടച്ചിട്ടുണ്ടാകുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ വാരി കെട്ടിയതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊന്ന് സൂം ചെയ്ത് താഴേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ പണികളും ഒക്കെ തുടങ്ങിയോ അല്ലേ എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഒരിക്കലും മറക്കരുത്. നിങ്ങളെ ലൈക്കുമ്മയും കമൻറ്റുമ്മയാണ് എൻ്റെ വീഡിയോൻ്റെ ജീവിതം എന്ന് പറയില്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.